ബിഗ് ബോസിൽ നിന്ന് ടോപ്പ് 5 ആയിട്ട് പുറത്തു പോയിരിക്കുന്നത് അക്ബർ ഖാനാണ്. പുള്ളിക്കാരനെ ടോപ്പ് 5 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമർ ആണെന്ന് തന്നെ പറയാം. വില്ലൻ എന്ന രൂപത്തിലൂടെ ബിഗ് ബോസിനകത്ത് വന്ന് വില്ലനായിട്ട് തന്നെ തിരികെ പോന്നത്. സാധാരണ നെഗറ്റീവ് ചെയ്യുന്നവർക്ക് ബിഗ് ബോസ് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെയല്ല. നെഗറ്റീവായിട്ട് തന്നെയാണ് തുടക്കം മുതൽ അവസാനം വരെ നിന്നിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ പോകുന്ന സമയത്ത് നമ്മുടെ അനീഷിനെ കുറെ ഹഗ് ചെയ്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിനകത്ത് പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്ത് ഫാമിലി അറ്റാക്ക് ചെയ്യാതെ ഒരു മനുഷ്യനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാത്ത ഏക വ്യക്തി അനീഷേട്ടൻ മാത്രമാണെന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത്. വളരെ കറക്റ്റാണ്. അക്ബർ കെട്ടിപ്പിടിച്ച് അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിവിനോടും നിവിൻ എന്താ ചോദിക്കുന്നത്, എന്നോടൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം അക്ബർ പറഞ്ഞു, നിവിനെ നിന്നോട് ഇനി എന്ത് പറയാനാ, നീ നീ ഓൾ റൗണ്ടർ അല്ലയോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആം, നമ്മുടെ അനുമോൾക്കും ഷാനവാസിനും ഒക്കെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോപ്പ് 5 ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നമ്മുടെ അക്ബർ ഖാനാണ്. നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അവിടെ കുറെ ക്യൂ കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യൂ കാർഡിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ആ, നമ്മുടെ നിര കളിക്കത്തില്ലേ, അതുപോലെ ക്യൂ കാർഡ് വെച്ച് പിന്നെ ഓരോ ക്യൂ കാർഡിനകത്ത് സേവ് ചെയ്യുന്നതുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാണ് അവിടെ. പിന്നെ അവസാനം ഔട്ട് ആവുന്നത് അക്ബറാണ്. ഓരോ ക്യൂ കാർഡ് എടുക്കുമ്പോഴും ഓരോരുത്തർ സേവ്ഡ് സേവ്ഡ് എന്നുണ്ടായിരുന്നു. അവസാനം രണ്ട് വലിയ ഫ്രെയിമിൽ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ പൊട്ടിക്കുമ്പോൾ അത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിക്കുന്ന സമയത്ത് അവിടെ സേവ്ഡ് എന്ന് എഴുതി വെക്കുന്നത്. അവസാനം സേവ് ആവുന്നത് നമ്മുടെ അനീഷും ഷാനവാസുമാണ്. അപ്പം സേവ് ആകാത്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ ഖാനാണ്. അങ്ങനെ അക്ബർ ഖാൻ പുറത്തു പോയിരിക്കുന്നത്.